കേരളത്തിൽ എല്ലാ പ്രദേശങ്ങൾക്കും തനത് സവിശേഷതകളുണ്ട്. എങ്കിൽ തന്നെയും ഈ പ്രദേശം ശക്തിയുടെ, വീരോപാസനയുടെ മുഖ്യ സ്ഥാനമാണ്. മിക്കവാറും തറവാടുകളോട് ബന്ധപ്പെട്ട് ശാക്തേയ ഉപാസനകൾ നടന്ന ഇടം, അവിടങ്ങളിൽ ശക്തിയെ സമാരാധിച്ച ഇടം, അതിനായിക്കൊണ്ട് പ്രത്യേകം പിടാരരും ഗുരുക്കന്മാരും ഒക്കെ പ്രവർത്തിച്ച ഇടം. അതുമാത്രമോ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആയോധന കലയിൽ അദ്വിതീയമായ പ്രാവീണ്യമുള്ള കളരിപ്പയറ്റിൻ്റെ വലിയ മർമ്മദർശികളായ ആചാര്യന്മാർ പ്രവർത്തിച്ച ഇടം. ചിലപ്പോൾ നമ്മൾ ഉണ്ണിയാർച്ചയെയോ അല്ലെങ്കിൽ തച്ചോളി യോധനനൊക്കെ പറഞ്ഞു എന്ന് വരും. അല്ല, ആയിരക്കണക്കിന് ആ പരമ്പര അറ്റുപോകാതെ ഇന്നും നിലനിൽക്കുന്ന പ്രദേശമാണിത്. ശക്തിയുടെ കരുത്തിൻ്റെ ഉപാസനാസ്ഥലം. അതുപോലെ തോലനെ പോലുള്ള മഹാകവികളുടെ, സരസകവികളുടെ, സംസ്കൃത വിദ്വാൻമാരുടെ സ്ഥാനം. ശുദ്ധ സംസ്കൃതത്തിൽ വ്യവഹരിച്ചിരുന്ന സ്ഥപതികളും വൈദ്യന്മാരും ഏറെ നിവസിച്ച പ്രദേശം. എത്രയോ അവധൂത മഹാത്മാക്കൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രദേശം. ഇതെന്തിനിതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ചരിത്രത്തെ ഓർമ്മിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനസമൂഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ഇന്ന് ഇതിനെ മറ്റു പലതുമാക്കുകയാണ്. ബോധപൂർവം മലയാളിയുടെ സവിശേഷമായ, മറ്റ് പ്രദേശത്തുകാർക്ക് ഏറെ വഴങ്ങാത്ത വർണ്ണമാണ് ഴ. നമുക്ക് വാഴയും കോഴിയും, കോഴിക്കോടും മൊഴിയും പൂഴിയും എല്ലാം വഴങ്ങും. പക്ഷെ മറ്റ് പ്രദേശത്തുള്ളവർക്ക് ഏറെ വഴങ്ങാത്തതാണ് ഴ. ഇന്ന് പരസ്യ ബോർഡുകളിൽ പോലും കോഴിക്കോട് കോയിക്കോടാവുന്നു. വികലമായ ഉച്ചാരണം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല. അത് ഉച്ചാരണ വൈകല്യമാണെന്ന് നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. പക്ഷേ ഈ കോഴിക്കോട് തന്നെ ഒട്ടനേകം പരസ്യ ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോടെന്ന് എഴുതിയിട്ട്. അത് ബോധപൂർവമാണ്. ഭാഷയെ നശിപ്പിച്ചാൽ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിയും. ഇവിടെ വിവിധ പലഹാരങ്ങളുടെ നാടാണിത്. പുട്ടിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും നാടാണ്. മറ്റൊരു പ്രദേശത്തും ഇല്ലാത്ത കലത്തപ്പവും ഉണ്ടയും കോഴിക്കോടിൻ്റെ സ്വന്തമാണ്. ഇവിടെ കുറ്റിയാടി, പേരാമ്പ്ര ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട ഒന്ന് മുറിക്കണമെങ്കിൽ ചിലപ്പോൾ മഴു വേണ്ടി വരും. ആ ജാതിയാ കല്ലാച്ചി, നാദാപുരം ആ ഭാഗത്തൊക്കെ. ഇത്ര നന്നായിട്ട് വെള്ളയപ്പവും പുട്ടും മറ്റൊരു പ്രദേശത്തും ഇല്ല. ഇപ്പം വ്യാപിച്ചു. ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോയാലും പുട്ടുണ്ട്. കഴിഞ്ഞ മാസം അമേരിക്കയിൽ പോയപ്പോൾ അവിടെയും പുട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ കേന്ദ്രസ്ഥാനം ഇവിടെയാണ്. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ,
ഈ പറയുന്നത് കൊണ്ട് മാംസാഹാരം കഴിക്കരുത്, മത്സ്യാഹാരം കഴിക്കരുതെന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞു എന്നാരും പറഞ്ഞേക്കരുത്. മാംസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാംസം കഴിച്ചോളൂ, മത്സ്യം കഴിക്കണം എന്നുള്ളവർ മത്സ്യം കഴിച്ചോളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ കോഴിക്കോട് പല ഫുഡ് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പല മാധ്യമങ്ങളാണത് സംഘടിപ്പിക്കുന്നത്. സ്പോൺസർമാർ നൽകുന്ന, കൂടുതൽ പൈസ നൽകുന്ന സ്പോൺസർമാർ എന്ത് ആക്കി തീർക്കാൻ ഇച്ഛിക്കുന്നു അങ്ങനെ ആക്കി തീർത്തുകൊണ്ട് ഈ കോഴിക്കോടെന്ന് പറഞ്ഞാൽ വെറും മത്സ്യത്തിൻ്റെയും വെറും മാംസത്തിൻ്റെയും മാത്രം നാടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിവർഷം ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അല്ലെന്ന് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുക? ഇപ്പം പറയാം, സ്വാമി അതൊക്കെ അകസ്മാത് സംഭവിക്കുന്നതാണ്. അല്ല, വ്യക്തമായ കാഴ്ചപ്പാടിനനുസരിച്ച് ഭാഷ, ഭക്ഷണം, ഭൂഷ, വസ്ത്രം ഇവയെ സ്വാധീനിച്ച് ഇവയിലൂടെ ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാനും അട്ടിമറിക്കാനും ഉള്ള ആസൂത്രിതങ്ങളായ നീക്കങ്ങളുടെ പരിണാമങ്ങളാണിതൊക്കെ. ഇതെന്തിന് പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഈ സംസ്കാരമാകുന്ന അടിത്തറ ശക്തമായി നിന്നാൽ മാത്രമേ നമ്മുടെ മറ്റെന്തും ഉണ്ടാവുള്ളൂ. എല്ലാ മേഖലയിലും നമ്മൾ ഉയർന്നു പോകണം. സാമ്പത്തികമായി ഉയരണം, ഏറ്റവും പ്രധാനമാണ്. കച്ചവടത്തിൽ ഉയരണം, കൃഷിയിൽ ഉയരണം,